ഹായ് ഹലോ, വെൽക്കം ടു മിനി ഷിബു വ്ളോഗ്സ്. ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കട്ട് ചെയ്ത സിഗരറ്റ് പാൻറ്റിൻ്റെ ഞാൻ ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് തയ്ക്കാമേ. അത് പോക്കറ്റ് വെച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് സ്പെഷ്യലായിട്ട് കാണിച്ചു തരാം. ഓപ്പൺ നെക്കാണ്. നെക്കിന് ബാക്കിൽ ഒത്തിരി വൈഡ് ഇല്ലാതെ മിനിമം നെക്ക് വെച്ച്, അതേസമയം ഒത്തിരി മേളിലും അല്ലാത്ത പോലെ കുറച്ച് ഒരു 5 ഇഞ്ച് ഇറക്കത്തിൽ വെച്ച് എങ്ങനെ തയ്ക്കുന്നതെന്നുള്ളത് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ കട്ടിങ് ആയിരുന്നു കാണിക്കാൻ പോകുന്നത്. സ്റ്റിച്ചിങ് നാളെ ഇടുന്നതായിരിക്കും. ഇപ്പം നമുക്ക് മാർക്കിങ് തുടങ്ങാമേ. ആദ്യം നമുക്ക് ഈ താഴെ ഒരു മാർക്ക് കൊടുത്ത് ഒരു ലൈൻ കൊടുത്ത് ഈ എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത്, ഒരു ചുരിദാർ കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് അളവ് ഹൈറ്റാണ്. ഇത് ഇപ്പോൾ ലൈനിങ്ങാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്. നല്ല മെറ്റീരിയൽ ഇത് ഈ ലൈനിങ് വെച്ചാണ് ഇനി അടുത്തായിട്ട് കട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്കിപ്പം ഇതിൻ്റെ ഹൈറ്റ് നോക്കണം. ഹൈറ്റ് ഈ കസ്റ്റമർക്ക് 40 ഇഞ്ച് ഹൈറ്റാണ്. അപ്പോൾ അതിനെക്കാട്ടി 2 ഇഞ്ച് കുറച്ച് വെച്ചാൽ മതി ലൈനിങ് മെറ്റീരിയൽ. അതെന്താണെന്നറിയാമോ 2 ഇഞ്ച് കുറച്ച് വെക്കുന്നത്? 2 ഇഞ്ച് കുറച്ച് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് വാഷ് ചെയ്ത് കഴിയുമ്പം ഈ ലൈനിങ് തുണി താഴോട്ട് തൂങ്ങും, ഇറങ്ങി പിന്നെ ചുരിദാറിനെക്കാട്ടി താഴെ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കും. അങ്ങനെ കിടക്കാതിരിക്കാനായിട്ടാണ് 2 ഇഞ്ച് കുറച്ച് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 ഇഞ്ച് കുറച്ച് 38 ഇവിടെ എടുത്തേക്കുന്നത്. മടക്കി തയ്ക്കാനും എല്ലാം ചേർത്ത് 38 മതി. ഇവിടെ ഒരു ലൈൻ കൊടുത്തു. അതേപോലെ അതിൻ്റെ തൊട്ട് മേളിൽ 1/4 ഇഞ്ച് 1/2 ഇഞ്ച് നിങ്ങൾ എത്രയാണ് നിങ്ങൾ തുണി തയ്ക്കാനായിട്ട് ഇടുന്നത് അത് ആ അളവാണ്. 1/4 ഇഞ്ച് മുതൽ 1/2 ഇഞ്ച് വരെ ഇടാം. ഞാൻ 1/4 ഇഞ്ചേ ഇടുന്നുള്ളൂ. 1/4 ഇഞ്ച് തുണിയെ ഇപ്പോൾ ഇടുന്നുള്ളൂ. ഈ മാർക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല തിക്കായിട്ടിടാമേ. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. അടുത്തത് നമ്മൾ ഷോൾഡറാണ് എടുക്കുന്നത്. ഷോൾഡർ ഇവർക്ക് 14 ഇഞ്ചാണ് ഞാൻ മെഷർമെൻറ്റ് എടുത്തേക്കുന്നത്. സാധാരണഗതിയിൽ ഇവർക്കൊരു 12 ഇഞ്ച് ഷോൾഡർ ഇട്ടാൽ മതി നമ്മൾ. പക്ഷേങ്കിൽ ഇവരുടെ ബാക്ക് നെക്ക് ചെറുതായതുകൊണ്ട് ബാക്കിലെ നെക്ക് നമ്മൾ 4.5 ഇഞ്ചാണ് അളവെടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പം ഒത്തിരി ഷോൾഡർ കുറയ്ക്കാൻ പറ്റത്തില്ല, എന്നാൽ ഇച്ചിരി കുറയ്ക്കുകയും വേണം. അപ്പോൾ ഞാൻ 1 ഇഞ്ച് കുറച്ച് 13 ഇഞ്ചാണ് എടുക്കുന്നത്. ഇപ്പം 14 എന്നുള്ളതിന് 13, അപ്പോൾ 6.5 ഇഞ്ച് നമ്മളിവിടെ എടുക്കുക. അതേപോലെ ചെസ്റ്റ് അളവ് 35 35 ചെസ്റ്റ് അളവുള്ളപ്പോൾ ഞാൻ അതും ഇവിടെ ഒരു 6.5 ഇഞ്ച് എടുക്കുക, 6.25 ഇഞ്ച് എടുക്കുക. വേറൊരു കാര്യം, ഇതിൽ വന്ന് ചെസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബസ്റ്റ് അളവാണ്, ഇവിടുത്തെ അളവല്ല. ഇവിടുത്തെ അളവാണ്. ഇവിടെ ബസ്റ്റിൻ്റെ അളവാണ് ഞാൻ എടുക്കുന്നത്. എല്ലാ ഗാർമെൻറ്റ്സിലും ഞാൻ എടുക്കുന്നത് ബസ്റ്റ് അളവാണ്. ബസ്റ്റ് അളവാണ് ഈ ഞാൻ പറയുന്നത് 35 ഇഞ്ച്. 35 ഇഞ്ചുള്ള ഒരു ക്ലയൻറ്റിന് നമ്മളൊരു 6.25 ഇഞ്ച് ആം ഹോളിൻ്റെ കുഴിക്കുള്ള ഹൈറ്റ് വെക്കണം. ഇപ്പം 35 ബസ്റ്റ് അളവുള്ള ആൾക്ക് ചെസ്റ്റ് അളവ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 35 + 4 = 39 ÷ 4. അപ്പോൾ 9.25. 9.25 ഇവരുടെ ചെസ്റ്റ് അളവ്. 35 + 4 = 39 ÷ 4. അതാണ് നമ്മൾ ഇവരുടെ ചെസ്റ്റ് അളവായിട്ട് വെക്കേണ്ടത്. 9.25 ഇഞ്ചാണ് ഇവർക്ക് ചെസ്റ്റ് അളവ് നമ്മൾ വെക്കുന്നത്. 9.25. അതേപോലെ ഇവരുടെ ഹിപ്പ് ലെങ്ത്, ഹിപ്പ് ഹൈറ്റ് മനസ്സിലാകാൻ വേണ്ടി മാറ്റി പറയുന്നത്. അതായത് ഷോൾഡറിൻ്റെ ഇവിടെ നിന്നുള്ള ഹിപ്പ് വരെയുള്ള ഇറക്കം, അതായത് നമുക്ക് എവിടെയാണോ ഷേപ്പ് വരേണ്ടത് ആ ഷേപ്പ് വരെയുള്ള ഇറക്കം 14 ഇഞ്ചാണ് ഇവർക്ക്. അതിൽ നമ്മളൊന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും വേണ്ട. 14 ഇഞ്ച് കറക്റ്റായിട്ട് വെക്കുക. അവിടുത്തെ സർക്കംഫറൻസ് ചുറ്റളവ് 31 ഇഞ്ചാണ്. 31 ഇഞ്ച് സർക്കംഫറൻസ് ഉള്ള ആൾക്ക് ഹിപ്പ് അളവ് വെക്കുമ്പോൾ 31 + 3 ഇഞ്ച് = 34. 34 ÷ 4 8.5 8 ഇഞ്ചാണ് ഇവരുടെ ഹിപ്പ് സർക്കംഫറൻസ്.
അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ട സീറ്റാണ്. ഇവർക്ക് സീറ്റ്, അതായത് ഷോൾഡറിലിരുന്ന് നമ്മുടെ ഈ സീറ്റിൻ്റെ ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തിൻ്റെ ഒരു 1.5 ഇഞ്ച് മേളിലെങ്കിലും വേണം നമ്മൾ ഈ സ്ലിറ്റ് വെക്കാൻ. ഈ ഭാഗത്തിൻ്റെ 1.5 ഇഞ്ച്, 1 ഇഞ്ച് ടു 1.5, 2 ഇഞ്ച് വരെ ഉള്ള ഹൈറ്റിൽ മേളിൽ വേണം നമ്മൾ ഈ സ്ലിറ്റ് വെക്കാൻ. ഈ സ്ലിറ്റിൻ്റെ നമ്മൾ എവിടെ ഈ സ്ലിറ്റിൻ്റെ അളവെടുത്തോ അവിടെ തന്നെ വേണം നമ്മൾ ചുറ്റളവെടുക്കാൻ, നമ്മൾ റൗണ്ട് സർക്കംഫറൻസ് എടുക്കാൻ. അപ്പം ഇവരുടെ സ്ലിറ്റ് വരെയുള്ള ഹൈറ്റ് 20 ഇഞ്ചാണ്. സീറ്റ് സർക്കംഫറൻസ് ഇത് വന്ന് സീറ്റ് മെഷർമെൻറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്, താഴെ വരുന്ന മെഷർമെൻറ്റ്. സീറ്റ് സർക്കംഫറൻസ് 38 ഇഞ്ചാണ്, 38. അപ്പോൾ 38 ഇഞ്ച് സീറ്റിന് 38 പ്ലസ് 2 ഇഞ്ച് ഈസിക്കൽ ടു 40 ഡിവൈഡഡ് ബൈ 4 10 ഇഞ്ച്. അത്രയാണ് വെക്കുന്നത്. കറക്റ്റായിരിക്കും ഈ അളവ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് നോക്കിയാൽ ഭയങ്കര ഈസിയാണ്, ശ്രദ്ധിച്ചാൽ. പിന്നെ വന്നത് ഏറ്റവും താഴെ വന്ന നമ്മളുടെ സ്ലിറ്റ് ഇറക്കത്തിൻ്റെ അവിടെ വരുന്ന വീതിയാണ്. ഞാൻ ഇവിടെ എത്രയും വെക്കുന്നു അതിനെക്കാട്ടും 1 ഇഞ്ച് കൂടുതൽ വെക്കും. ഇവിടെ 11 ഇഞ്ചാണ് ഇപ്പോൾ വെക്കുന്നത്. ചിലർ പറയും എനിക്ക് വലുതായിട്ട് വേണം, എനിക്ക് ഇത് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ 12, 12.5 വേണേലും എടുക്കും. പണ്ടൊക്കെ 12.5 വെക്കുമായിരുന്നു. ഇപ്പം എല്ലാവർക്കും നാരോ ആയിട്ട് നല്ല ഇങ്ങനെ കിടക്കുന്നതല്ലേ, ഒതുങ്ങി കിടക്കുന്ന ഇഷ്ടം. അപ്പം ഇതിനെക്കാട്ടി 1 ഇഞ്ച് കൂടുതലാണ് എടുത്തേക്കുന്നത്. ഇപ്പം സ്ട്രെയിറ്റ് കട്ടൊക്കെ വേണം എന്നുള്ളതിന് ഇവിടെ എത്ര എടുക്കുന്നോ അത്രയും എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു 4 ഇഞ്ച് 1/2 ഇഞ്ച് കൂട്ടി വെച്ചാലും മതി. ഇത്രയുമാണ് നമ്മളുടെ ചുരിദാറിൻ്റെ മെഷർമെൻറ്റ്സ്, മെയിൻ മെഷർമെൻറ്റ്. ഇപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഫസ്റ്റ് ആം ഹോളിൻ്റെ അളവെടുക്കാം. ഇതാണ് ചെസ്റ്റ് അളവ്. ഇവിടെയാണ് നമ്മൾ ആം ഹോളിൻ്റെ അളവെടുക്കുന്നത്. ഇവർക്ക് ആം ഹോൾ എടുക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ 2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കാം. ഇവിടുന്ന് നമുക്ക് 1.5 ഇഞ്ച് ഇങ്ങോട്ട് ഈ ക്രോസും വയ്ക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. 8 ഇഞ്ചാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഈ ടേപ്പ് വെച്ചിട്ട് ഈ ലൈനിൽ കൂടെ നമ്മളിങ്ങനെ വെച്ച് വന്നാൽ ഇവിടെ കറക്റ്റായിട്ട് 8 ഇഞ്ചാണ് ഇവിടെ വരുമ്പോൾ വരുന്നത്. 16 ഇഞ്ചാണ് ഇവരുടെ ആം ഹോളിൻ്റെ മെഷർമെൻറ്റ്. പിന്നെ ഞാനിപ്പം ബെൻഡ് സ്കെയിൽ വെക്കുന്നില്ല, ഈ സ്കെയിൽ വെച്ച് തന്നെ ഞങ്ങൾ വരയ്ക്കുവാണേ. ഈ സ്കെയിൽ വെക്കും. ഈ സ്കെയിൽ യൂസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് വന്ന് ഇത്രയും ഇവിടെ വന്ന് നിന്നാൽ മതി. അതേപോലെ ഈ സ്ലിറ്റിൻ്റെ അളവിൽ നിന്ന് ഇവിടുന്ന് ഇതിൻ്റെ മുക്കാലിൽ നിന്ന് ഇങ്ങനെ ഒരു വര, ഇത്രയും വരെ വന്ന് ഇതിൽ നിന്നൊരു വര, എന്നിട്ട് നമ്മൾ കൈകൊണ്ടാണ് ഇതിനെ വരച്ചു കൊടുക്കേണ്ടത്. ഇവിടെ നമ്മളൊരു നല്ലതായിട്ട് കട്ടിട്ട് വെക്കണം. ഇവിടെ നിന്നാണ് നമുക്ക് സ്ലിറ്റ് വരേണ്ടത്. ഇപ്പം ഇതേ നമ്മൾ ബെൻഡ് സ്കെയിൽ വെക്കുവാണെങ്കിൽ ഇനി ഇവിടുന്ന് ഒരു ഇച്ചിരി 1/4 ഇഞ്ച് അകത്തോട്ട് വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഇച്ചിരി ടൈറ്റ് കിട്ടും, ടൈറ്റാകും. ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല മെയിന്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചത്. ഇവരുടെ ബോഡിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അതേപോലെ കൂടുതലുള്ളവർക്ക് അതെങ്ങനെയാണ് വെക്കുന്നത് ഞാൻ ബെൻഡ് സ്കെയിൽ യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ പിന്നീട് കാണിക്കാം. അത് ഇപ്പം താഴോട്ടുള്ള സ്ലിറ്റ് ഇതും ഈ മാർക്കും നമ്മളിവിടെ 11 എടുത്തതും സ്ലിറ്റിൻ്റെ അവിടെയും കൂടെ ഉള്ള മാർക്കിനെ നമ്മളങ്ങ് യോജിപ്പിക്കുകയാണ്. യോജിപ്പിച്ചിട്ട് ഇനി നമുക്ക് സ്ലിറ്റിന് വേണ്ടി വേണ്ടുന്ന 1 ഇഞ്ച് മതി. ഒരുപാട് തുണി നമുക്ക് സ്ലിറ്റിന് വേണ്ട. 1 ഇഞ്ച് എല്ലായിടത്തും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടുന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത്രയുമാണ് ഇപ്പം നമ്മുടെ ചുരിദാറിൻ്റെ ബോഡി മെഷർമെൻറ്റും കട്ടിങ്ങിനുള്ള രീതികളെല്ലാം ഇതാണ്. ഇപ്പം നമുക്കിത് വെട്ടാം. അതേപോലെ തുണി ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫോൾഡ് പാർട്ട് മേളി വരണം. ഫോൾഡിൻ്റെ പാർട്ട് മേളി വരണം. താഴെ ഇങ്ങനെ ഓപ്പൺ കട്ട് ചെയ്ത പീസാണ് താഴെ വരേണ്ടത്. ഫോൾഡ് പാർട്ട് മേളി വരണം. അപ്പോഴേ നമുക്കിവിടെ കൈ എടുക്കാൻ തുണി തികയത്തുള്ളൂ. ഞാനിപ്പോൾ 2 ഡ്രസ്സ് ഒന്നിച്ചാണ് കട്ട് ചെയ്യുന്നത്. എടുക്കുന്നത്
അപ്പം നമ്മൾ രണ്ടാമതിട്ട മാർക്കിൽ കൂടെ തന്നെ ഇത് വെട്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം, ഇത് എടുത്ത ഉടനെ ഈ മാർക്കില്ലേ നമ്മൾ ഈ വരച്ചിരിക്കുന്നത് അതിങ്ങനെ പിടിച്ച് ഇവിടെ ഒരു നോച്ച് കൊടുക്കണം. അതേപോലെ നമ്മുടെ ഇവിടുന്ന് വരുന്നില്ലേ ഈ ഹിപ്പ്, അതിൻ്റെ ഇവിടെ വന്ന് ഇവിടെ ഒരു നോച്ച് കൊടുക്കണം. അതേപോലെ ഈ സീറ്റിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ സ്ലിറ്റ് എടുത്തിട്ടില്ലേ അവിടെ ഒരു നോച്ച് കൊടുക്കണം. ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇതിന് ശേഷം ബാക്കി എന്തും ചെയ്യാവൂ. തുണി പിന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് ശേഷം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം. കഴുത്തിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഇവർക്കിപ്പോൾ 2.25 ഇഞ്ചാണ് കഴുത്ത് മെഷർമെൻറ്റ് എടുത്തേക്കുന്നത്. റെഡി ആകുക. ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടെയും ഒരു നോച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ ചെയ്യേണ്ട കാര്യം, ഇത് തുണി കട്ട് ചെയ്താൽ ഉടനെ അത് എടുത്തുകൊണ്ട് ഓടരുത്. പിന്നെ ഈ തുണി ഇവിടെ തന്നെ അനക്കാതെ വെച്ചേക്കണം. പിന്നെ ചെയ്യേണ്ട കാര്യം, ഇതിൽ നിന്ന് ഈ 2 പീസ് ഈ ഒരു പീസ് അതിനെ ഈ 2 മുറി ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഫസ്റ്റ് ഈ കട്ടിൻ്റെ അവിടെ ഒരു മാർക്ക്, അത് കഴിഞ്ഞിട്ട് ഈ മാർക്ക് ഉണ്ടല്ലോ, ഈ മാർക്ക് ഇതിലോട്ട് മടക്കിക്കൊണ്ട് ഈ തുണിയിലൊരു മാർക്ക്, അതേപോലെ ഇവിടെ അതേപോലെ മടക്കിക്കൊണ്ട് ഇതേലൊരു മാർക്ക്, എന്നിട്ട് നമ്മൾ അവിടെ വരച്ച പോലെ തന്നെ ഇവിടെയും വരയ്ക്കണം. എന്നിട്ട് ഇതിനെ ഓരോന്നേ തനിയെ അപ്പം തന്നെ എടുത്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഫോൾഡിലിട്ട് വെട്ടിയത് കാരണം കണ്ടോ നമുക്ക് നിറയെ തുണിയുടെ കിട്ടി. ഇഷ്ടംപോലെ തുണിയുണ്ട് കൈ വെട്ടാൻ. അപ്പം നമുക്ക് തുണിയെടുത്ത് വെച്ചിട്ട് തുണിയുടെ ഈ കരപ്പാർട്ട് വേണമെങ്കിൽ നമുക്കങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം. എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാനുള്ള ഒരു 1/2 ഇഞ്ച് തുണി ആദ്യം തന്നെ അങ്ങ് മാർക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നല്ല തുണിയും ലൈനിങ്ങും കൂടെ ജോയിൻ ചെയ്യാനുള്ള സീം അലവൻസാണിത്. ഇപ്പം നമുക്ക് കൈയുടെ ഇറക്കം 10 ഇഞ്ചാണ് ഇവർക്ക് കൈയിറക്കം വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ 10 ഇഞ്ച്, അതായത് ഇത് വിട്ടിട്ട് 10 ഇഞ്ച് എടുക്കണം. 10 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി അവിടെ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കണം. ഇതൊരു നേർ ലൈനിൽ വരാനായിട്ടാണ്. ഞാൻ ഷോൾഡറിലിരുന്ന് ആം ഹോൾ വരയ്ക്കുമ്പോൾ നേരെ 2 ഇഞ്ച് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതേപോലെ ഇതിൽ ഞാൻ നേരെ 2 ഇഞ്ച് തുണി എടുത്തിട്ട് അവിടെ നിന്നൊരു 3.5 ഇഞ്ച് കൈക്കുഴിക്കായിട്ട് ഇറക്കും. 2 ഇഞ്ച് ഇവിടെ എടുത്തു, 3.5 ഇഞ്ച് കൈക്കുഴിയുടെ ഇറക്കം എടുത്തു. എന്നിട്ടിപ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് വേണ്ടത് ആം ഹോൾ. അതിൽ നമുക്ക് 8 ഇഞ്ചായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 2ൻ്റെ ബാക്കി 6 ഇഞ്ച് അത് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ 2ഉം ഇത് 6ഉം കൂടെ ആകുമ്പോൾ 8 ഇഞ്ചായി. പിന്നെ നമുക്ക് വേണ്ടുന്നത് കൈയുടെ താഴത്തെ ചുറ്റളവാണ്. അത് വന്ന് 11 ഇഞ്ചാണ് ഇവർക്ക് വേണ്ടത്. അപ്പോൾ പകുതി 5.5. ഈ 5.5യും ഇതും കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് മാർക്ക് ചെയ്തേക്കുക. ഈ 2ഉം ഈ 6ഉം കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ടും ഇങ്ങ് മാർക്ക് ചെയ്തേക്കുക. എന്നിട്ട് ഇത് പെർഫെക്റ്റ് കറക്റ്റ് വേണമെങ്കിൽ ഈ 6 ഇഞ്ച് വരുന്നുണ്ടല്ലോ, ഈ 6 ഇഞ്ച് അതിൻ്റെ സെൻറ്ററിൽ 3 ഇഞ്ച് വരുന്നിടത്ത് 1/2 ഇഞ്ച് മേളിൽ ഒരു മാർക്ക് കൊടുക്കുക. മാർക്ക് കൊടുത്തിട്ട് ഇതൊന്നും ഞാനൊന്നും സാധാരണ ഗതിയിൽ അതൊന്നും എടുക്കാറില്ല. ഇപ്പം ഞാൻ ഇത് പഠിപ്പിക്കുമായതുകൊണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര, ഇങ്ങനെ വന്ന് ഒരു എസ് പോലെ വരണം. ഇങ്ങനെ വന്ന് വേണമെങ്കിൽ ഒരു തുണിയിൽ ഒന്നുകൂടെ കാണിക്കാമേ. ഇവിടുന്ന് 10, ഇവിടുന്ന് 3.5, ഇവിടുന്ന് 3.5, ഇത് 4 ഇഞ്ച്, ഇത് 3.5 മാർക്ക്, ഇവിടെ 5.5 മാർക്ക്, ഇവിടെ സ്ട്രെയിറ്റ് 2 ഇഞ്ച്, ഇവിടുന്ന് 6 ഇഞ്ച്, 6 ഇഞ്ചിൻ്റെ സെൻറ്ററിൽ 3 ഇഞ്ചിലൊരു മാർക്ക്, ഇങ്ങനെ വന്ന് എസ് പോലെ വരണം. അപ്പോഴാണ് ആ കൈ നല്ല നീറ്റായിട്ട് വരുള്ളൂ.
നമ്മൾ അവിടെ എത്ര ഇട്ടോ അവിടെ നമ്മൾ എത്രയുമാണ് സീം അലവൻസ് ഇട്ടോ അത്രയും തന്നെ ഇവിടെയും അലവൻസ് ഇട്ട് വെട്ടിയെടുക്കണം. അതുപോലെ ഇവിടെയും ഒരു നോച്ച്, ഇവിടെയും ഒരു നോച്ച്, സെൻറ്ററിൽ ഇവിടെ ഒരു നോച്ച്. ഇത്രയും ഇട്ട ശേഷം ഇത് രണ്ടും അങ്ങ് നമ്മളെടുത്ത് വിരിച്ച് വെക്കുക. ഇപ്പോൾ രണ്ടെണ്ണം ഒന്നിച്ച് വെട്ടിയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുക്കുന്നത്. എന്നിട്ട് ഈ കറക്റ്റ് നോച്ചിലിങ്ങനെ വെച്ച് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു സൈഡ് നമ്മൾ ഫ്രണ്ട് അങ്ങ് വെട്ടിയെടുക്കും. ഇവിടെ നമ്മൾ നല്ല ഇറക്കി വെട്ടിയൊക്കെ ഇവിടെ. അപ്പോൾ ഇച്ചിരി മുമ്പോട്ട് വിട്ടിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കൂർപ്പിച്ച് ഇവിടെ നിർത്തല്ല, ഇങ്ങനെ വളഞ്ഞിങ്ങി വരണം. മനസ്സിലായോ? ഇവിടെ വന്ന് ഇങ്ങനെ അങ്ങ് വിടരുത്. ഇവിടുന്ന് വന്ന് ഇങ്ങനെ ഇതോടെ വളച്ചെടുക്കണം. ഇപ്പം നമ്മൾ നെക്ക് തയ്ക്കാനുള്ള ക്യാൻവാസ് വെട്ടാം. ഇതിരിക്കട്ടെ. ഇതെല്ലാം എടുത്ത് വയ്ക്കും. ഇതും അതേപോലെ ഇനി ഇത് വെച്ച് നമ്മൾ ഈ ലൈനിങ് തുണിയിൽ വെച്ച് അല്ലെങ്കിൽ നല്ല തുണിയിൽ വെച്ച് ഇത് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തെടുത്താണ് തയ്ക്കുന്നത്. അപ്പം ചുരിദാറിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പം ചുരിദാറിൻ്റെ കട്ടിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തേരെ എല്ലാവരും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സീ യു.